എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 29 ശ്ലോകം 23, 24, 25, 26, 27 5 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. ഭഗവാന്റെ മറുപടി അങ്ങോട്ട് കേട്ടപ്പോ ആ ഗോപസ്ത്രീകളുടെ ഹൃദയം അങ്ങോട്ട് തകർന്നു. എന്താ ഈ കണ്ണനോട് പറയും? ഞങ്ങളെ എല്ലാവരെയും ഇങ്ങനെ ആ മനോഹരമായ വേണുഗാനം ചെയ്ത് ഇവിടേക്ക് വിളിച്ചു വരുത്തിയിട്ട് മടങ്ങി പൊക്കോളാനാ പറയണത്. എന്തു പറയും? ഇത് കർത്തവ്യാമൂഢരായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അവര്. ഭഗവാൻ പിന്നെ അവരുടെ ഉള്ളറിയാൻ വേണ്ടിയിട്ട് പിന്നെയും ഉപദേശിച്ചുകൊണ്ടിരിക്കുക. നല്ലോണം അറിയാം ഭഗവാൻ വിളിച്ചിട്ടാണ്, ഇത് കേട്ടിട്ടാണ് അവര് പരിഭ്രമത്തോടു കൂടിയിട്ട് എല്ലാവരും ഓടി വന്നിരിക്കുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 23. അഥവാ മദഭിസ്നേഹാൽ ഭവത്യോ യന്ത്രിതാശയാ ആഗതാ ഹ്യുപപന്നം തത് പ്രീയന്തേ മയി ജന്തവ. ഭഗവാൻ പറയണു, പതിപുത്രാദികളെയൊക്കെ ഉപേക്ഷിച്ചിട്ടല്ലേ ഞങ്ങൾ വന്നിരിക്കണത്. എന്നിട്ട് ഞങ്ങളോട് ഇങ്ങനെ പറയാമോ എന്ന് നിങ്ങൾ വിചാരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് പറയാണ്. പതിപുത്രാദികളെക്കാൾ നിങ്ങള് എന്നെ സ്നേഹിക്കുന്നവരായതുകൊണ്ട് മാത്രമാണ് ഇവിടെ വന്നിരിക്കുന്നത് എങ്കിൽ, വിശേഷ ബുദ്ധിയുള്ളവരും പതിവ്രതകളുമായ നിങ്ങളുടെ ഈ പ്രവൃത്തി അത് വളരെ ശ്ലാഘിക്കേണ്ടത് തന്നെയാണ്. അതിന് ശരിക്കും അത് എനിക്ക് വലിയ ഇഷ്ടമായി നിങ്ങളത് ചെയ്തത്. എല്ലാവരെയും ഭർത്താവിനെയും മക്കളെയും ഒക്കെ ഉപേക്ഷിച്ചിട്ട് തന്നെയാണല്ലോ. അവരെക്കാളൊക്കെ നിങ്ങൾ എന്നെയാണ് സ്നേഹിക്കണതെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണല്ലോ നിങ്ങളെല്ലാവരും ഇവിടെ വന്നത്. പക്ഷേ പാതിവ്രത്യമുള്ള നിങ്ങള് എന്നിൽ വിശുദ്ധ സ്നേഹത്തെ വെക്കുന്നതല്ലാതെ രതിക്കായിക്കൊണ്ട് സ്നേഹത്തെ വെക്കില്ല എന്ന് എനിക്കറിയാം. അതിനെന്നെ വന്ന് രതിക്ക് വേണ്ടിയിട്ടാ വന്നിരിക്കണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഈ പറയണതേ. സാധാരണ പ്രാണികൾ കൂടി ആനന്ദ സ്വരൂപനായ എന്നിൽ രമിക്കുന്നു. അപ്പൊ ഈ ഭർത്തൃസുഖം ആഗ്രഹിച്ചിട്ടാണ്, അതുപോലെയുള്ള ആ രതിസുഖം ആഗ്രഹിച്ചിട്ടാണ് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നത് എന്ന് വെച്ചാൽ അത് ഒട്ടും ശ്ലാഘ്യമല്ല, അത് ശരിയല്ല. അങ്ങനെയല്ല നിങ്ങൾ വന്നിരിക്കണമെന്നാണ് ഞാൻ വിചാരിക്കണത് എന്നൊക്കെയാ പറയണത്. കേവല സ്നേഹം മാത്രം. നിങ്ങള് എന്നെ എല്ലാം ഉപേക്ഷിച്ചും എല്ലാത്തിനേക്കാളും നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങളെ എനിക്ക് അതുപോലെ സ്നേഹം. പക്ഷെ ഞാൻ പറയണത് നിങ്ങൾ കേൾക്കണം. നിങ്ങളുടെ ഭർത്താക്കന്മാരെയും കുട്ടികളെയൊക്കെ ഉപേക്ഷിച്ചിട്ട് എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വരാൻ പാടില്ല ഈ രാത്രി. എല്ലാവരും തിരിച്ചു പൊക്കോളും. ഭർതൃശുശ്രൂഷണം സ്ത്രീണാം പരോ ധർമ്മോ ഹ്യമായയാ തൽബന്ധൂനാം ച കല്യാണ്യ പ്രജാനാം ജാനുപോഷണം. ഹേ കല്യാണ ഗുണശാലിനികളെ, സ്ത്രീകളുടെ പരമധർമ്മം ഭർതൃശുശ്രൂഷ, ഭർത്താക്കന്മാരുടെ പിതൃമാതൃക്കളെയൊക്കെ ശുശ്രൂഷിക്കുക, കുട്ടികളുടെ പരിപാലനം, ഇതൊക്കെയാണ് സ്ത്രീകൾ ചെയ്യേണ്ടത്. അവരുടെ പരമധർമ്മം അതാണ്. അപ്പോൾ ഈ പ്രവൃത്തി നടത്തുന്നത് അത് പ്രതിഫലമൊന്നും ഇച്ഛിച്ചിട്ടും ആവാൻ പാടില്ല. എന്തെങ്കിലും കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഇങ്ങനെ സേവ ചെയ്യണതാണെങ്കിൽ അത് വ്യാജമാണ്. അപ്പൊ അങ്ങനെ ആവാൻ പാടില്ല. ഒട്ടും സ്വാർത്ഥ ചിന്ത കൂടാതെ നിങ്ങൾ വളരെ ഭക്തിപൂർവം തന്നെ നിങ്ങളുടെ ആ ഭർത്താവിന്റെ അച്ഛനെയും അമ്മയും ആ ഭർത്താവിനെയും കുട്ടികളെയൊക്കെ സേവിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് നിങ്ങൾ താമസിക്കാതെ വ്രജത്തിൽ ചെന്ന് പതിപുത്രാദികളെ കപടമില്ലാതെ പരിചരിക്കുകയും വേഗം പൊക്കോളും. ദുശീലോ ദുർഭഗോ വൃദ്ധോ ജഡോ രോഗ്യാധനോ വിവാ പതി സ്ത്രീഭിർനഹാദവ്യോ ലോകേപ്സുഭി അപാതകി. ഭർതൃസേവ സ്ത്രീകളുടെ പരമധർമ്മം തന്നെയാണ്. എന്നാൽ ഈ ഭർത്താക്കന്മാര് ദുസ്വഭാവമുള്ളവരാണെങ്കിലോ അപ്പൊ അവരെ ഉപേക്ഷിക്കല്ലേ നല്ലത്. അത് അവര് വിചാരിക്കരുതെന്ന് വിചാരിച്ചിട്ട് പതിവ്രതാധർമ്മം ഗോപികളോട് ഉപദേശിക്കുകയാണ്. ഭർത്താവിന് ദുസ്വഭാവം, ഭാഗ്യഹീനത, വാർദ്ധക്യം, മൂർഖത, മഹാരോഗബാധ, ദാരിദ്ര്യം ഇങ്ങനെയുള്ള ദോഷങ്ങള് ഉണ്ടെങ്കിൽ കൂടി പുണ്യലോകത്തെ ആഗ്രഹിക്കുന്ന സ്ത്രീകള് ഭർത്താവിനെ ഉപേക്ഷിക്കരുത്. ഉപേക്ഷിച്ചാലോ, അങ്ങനെയുള്ള ഭർത്താക്കന്മാരാണെന്ന് വിചാരിച്ചിട്ട് ഉപേക്ഷിച്ചാൽ നരകലോകത്തിൽ പ്രവേശിച്ച് തീവ്ര വേദനകൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. എന്നാൽ ബ്രഹ്മഹത്യാദി മഹാപാതകങ്ങൾ ചെയ്ത അത്രയും ദുഷ്ടനായിട്ടുള്ള ഭർത്താവാണെങ്കിൽ സമീപത്തില് ഇരിക്കാതെ ദൂരെ ഇരുന്ന് സേവിച്ചാൽ മതി. ആവിശുദ്ധേ പ്രതീക്ഷ്യോഹി മഹാപാതക ദൂഷിത എന്ന സ്മൃതി
പ്രകാരം മഹാപാതകം തീർന്ന് പരിശുദ്ധനായി തീരുന്നതുവരെ ഭർതൃസന്നിധാനത്തിൽ പ്രവേശിക്കാതെ ദൂരത്തിരുന്ന് സേവിക്കണം. അപ്പോഴും ഇതര പുരുഷനെ, ഇയാളെ ഉപേക്ഷിച്ച് വേറൊരു പുരുഷനെ സ്വീകരിക്കാൻ പാടില്ല. അതാണ് അതിന്റെ അർത്ഥം. ദുശ്ശീലാദി ദോഷയുക്തന്മാരായ ഭർത്താക്കന്മാരെ കൂടി ഉപേക്ഷിക്കരുതെന്ന് ശാസ്ത്ര സിദ്ധാന്തം ഉണ്ട്. അതുകൊണ്ട് സകല ഗുണസമ്പന്മാരായ പതികളെ നിങ്ങൾ ഉപേക്ഷിക്കുന്നത് ഒരിക്കലും വിഹിതമല്ല. അതിനാൽ വേഗം ഉടനെ വിരജത്തിലേക്ക് പോകും. അസ്വർഗ്യമായ യശസ്യശ്ച ഫൽഗുകൃച്ഛ്രം ഭയാവഹം ജുഗുപ്സിതം ച സർവത്ര ഔപപത്യം കുലസ്ത്രീയാഹ. സ്ത്രീകളുടെ ഭാവം കണ്ടപ്പോൾ ഭഗവാന് മനസ്സിലായി, അങ്ങയോടുകൂടി രമിക്കാൻ ആഗ്രഹിച്ച് വന്നിരിക്കുന്ന ഞങ്ങളെ ഉപേക്ഷിക്കണത് ഒട്ടും ഉചിതല്ല എന്നുള്ള ഒരു ഭാവത്തോടു കൂടിയിട്ട് അവരത് നിൽക്കണത്. അപ്പൊ അവരോട് പറയാണ്, ജാരസംസർഗ നിമിത്തം സിദ്ധിക്കുന്ന സുഖവും ഒക്കെ എത്രയും തുച്ഛാണ്. സൽക്കുലത്തിൽ ജനിച്ചിരിക്കുന്ന സ്ത്രീ ജാരസംസർഗ നിമിത്തം തന്റെ കുലത്തിന് കളങ്കം ഉണ്ടാക്കി തീർക്കുന്നത് കൊണ്ട് അവൾക്ക് ഈ ലോകത്തില് ദുഷ്കീർത്തി ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ള സ്ത്രീകൾക്ക് ഈ ലോകത്തില് ദുഷ്കീർത്തി ഉണ്ടാവുള്ളൂ. ജന്മസിദ്ധമായ കുലമഹിമ നശിക്കുന്നു. ഭർത്താവിനെ വഞ്ചിക്കുന്നത് നിമിത്തം സ്വർഗപ്രാപ്തിയും ഇല്ലാതായി വരുന്നു എന്ന് മാത്രമല്ല, പാപഫലാനുഭവത്തിനായി നരകത്തിൽ പ്രവേശിക്കേണ്ടതായും വരും. ക്ഷണഭംഗുരമായ ഈ രതിസുഖത്തിനു വേണ്ടി എത്രയോ അസഹ്യമായ കഷ്ടം അനുഭവിക്കേണ്ടി വരുന്നു. അനുഭവകാലത്തിൽ കൂടി അന്യരറിയുമോ, ഈശ്വരകോപം ഉണ്ടാകാതിരിക്കുമോ, ഇങ്ങനെയുള്ള ഭയത്തെ ജനിപ്പിക്കണം. അതിപ്പോ ഈ രതിസുഖം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും കൂടി മറ്റുള്ളവരൊക്കെ അറിയോ, ഈശ്വരകോപം ഉണ്ടാവുമോ എന്നൊക്കെയുള്ള ഒരു ഭയവും അവർക്ക് ഉണ്ടാവും. ഇഹലോകത്തിലും പരലോകത്തിലും സജ്ജനങ്ങളാലും ശാസ്ത്രങ്ങളാലും നിന്ദിക്കപ്പെട്ടുകൊണ്ടിരിക്കും അങ്ങനെയുള്ള സ്ത്രീകൾ. അതുകൊണ്ട് പതിവഞ്ചനദ്വാര ജാരനോട് ചേർന്ന് സുഖിക്കാനുള്ള ആശ നിങ്ങൾക്ക് ഒരിക്കലും ഉണ്ടാകാതിരിക്കണം. അതാണ് ഭഗവാൻ പറഞ്ഞതിന്റെ സാരം. ശ്രവണാൽ ദർശനാൽ ധ്യാനാൽ മയി ഭാവോനുകീർത്തനാൽ ന തഥാ സന്നികർഷേണ പ്രതിയാത തതോ ഗൃഹാൻ. ഭർത്തൃപുത്രാദികളോട് ഒക്കെ ഒരുമിച്ചിരുന്നാൽ ആ സ്നേഹം ഉണ്ടാവില്ല, ഞങ്ങൾക്കറിയാം എന്നുള്ളൊരു ഭാവത്തോട് കൂടിയിട്ട് അവര് നിൽക്കുന്നത്. സർവം ഉപേക്ഷിച്ച് വന്നിരിക്കുന്ന ഞങ്ങളെ സ്വീകരിക്കാത്തത് സങ്കടമാണ് എന്നുള്ളൊരു ഭാവത്തിൽ നിൽക്കുന്ന ഗോപസ്ത്രീകളോട് ഭഗവാൻ പറയാണ്, എന്റെ ഗുണകഥകൾ കേൾക്കുക, എന്നെ ഇടയ്ക്കിടെ കാണുക, എന്റെ സ്വരൂപം മനസ്സുകൊണ്ട് ഉറപ്പായിട്ട് ധ്യാനിക്കുക, ഗുണകഥകൾ പ്രസംഗിക്കുന്നവരോട് ചേർന്ന് കീർത്തനം ചെയ്യുക. ഇങ്ങനെയുള്ള പ്രവൃത്തികളാൽ ഏതുവിധം എന്നിൽ പ്രേമബന്ധം ഉറയ്ക്കുമോ അതുപോലെ ഒരുമിച്ചിരിക്കുന്നത് കൊണ്ട് ഉറക്കില്ല. അതുകൊണ്ട് നിങ്ങൾ സ്വന്തം ഗൃഹങ്ങളിൽ പ്രവേശിച്ചിട്ട് എന്നെ ധ്യാനിച്ചിരിക്കുവിൻ എന്ന് പറയുകയാണ്. ശ്രവണാദികൾ നിമിത്തം ഹൃദയബന്ധം ഭഗവാനിൽ ഉറയ്ക്കുമ്പോൾ ക്രമേണ സായുജ്യം ലഭിക്കും. പരിഭാഗം വരുന്നതിന് മുമ്പ് ഗൃഹത്തെ ഉപേക്ഷിക്കുന്നത് യുക്തല്ല. അതുകൊണ്ട് നിങ്ങൾ ഇനിയും കുറെ കാലം കൂടി പതിപുത്രാദികളോട് ഒരുമിച്ചിരിക്കുകയും എന്റെ കഥാശ്രവണാദികൾ നിരന്തരം അനുഷ്ഠിക്കുകയും ചെയ്യേണ്ടതാണെന്ന്. അതാണ് ഭഗവാൻ പറഞ്ഞ എന്റെ സാരം. അങ്ങനെ ഭഗവാൻ അവരോട് ഉപദേശിച്ചു. ഇതങ്ങോട്ട് കേട്ടില്ലേ ആ ഗോപസ്ത്രീകള്. എന്നിട്ട് പിന്നെ ഭഗവാൻ നിർത്തി. അപ്പൊ ഗോപസ്ത്രീകൾ ഇതാ മറുപടി പറയണു. ബാക്കിയുള്ള ശ്ലോകങ്ങള് നമുക്ക് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ 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 ഗോവിന്ദ.